I am here inside my house. Deepa S. Panikkar is here inside my house. Baranika village, Pallikal Nadivilemuri. My house name is Sahadeva Mandiram. I am here. This is my own house. And now you all have heard, actually. I have uploaded. I called one Sindhu, that Chechi. Actually, she's at her house is at Karakkad. Actually, this Rajamma's first husband's sister's daughter, this Sindhu Chechi is actually. She is very this thing. And what you know, like, she is saying what dramas these criminals did at their house actually. ഓക്കെ, അപ്പം ഇവള് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുൾ കോൺവെർസേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവളുടെ കൂടെയാണ് രാജമ്മ നിന്നത്. അതിനെല്ലാം ഇവിടെ നമ്മൾ ഇവള് രാജമ്മയെക്കുറിച്ച് സംസാരിക്കുന്നതിനെല്ലാം നമ്മുടെ ഈ തെളിവുണ്ട്. അപ്പം ഇവള് പറഞ്ഞു രാജമ്മയ്ക്ക് ഇനി പോരണം എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രാമയൊക്കെ ഉണ്ടാക്കി ഇവള് എന്താണ്, എന്നിട്ട് ഇവള് കാരക്കാട് എന്ന് പറയുന്ന ഇവളാണ് വീട്, ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇവളെ കൊണ്ടുവന്നിട്ട് ആ വീട്ടിൽ കയറിയിട്ട് ഇവള് പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന ഈ മുതുകള്ളി ഇവള് പറഞ്ഞു ഇങ്ങനെയാണ് ആൾമാറാട്ടം നടത്തുന്നത് ഇവളുമാർ. അവൾ അനാഥാലയത്തിൽ നിന്ന് വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ ആരാണെന്ന് പറഞ്ഞില്ല. ഇവളെന്ന് പറയുന്നത് ഈ രാജമ്മയുടെ ചേട്ടത്തിയായ എൻ്റെ അമ്മ VK രത്നമ്മയുടെ ഇളയ മകളാണെന്ന് പറയാതെ ഇവള് അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് രാജമ്മ എന്നുള്ള രീതിയിൽ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ വിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ വിട്ട്. അപ്പം നിങ്ങൾ ആലോചിച്ചോണം, എന്തൊരു ആൾമാറാട്ടമാണ് ഇവളുമാർ നടത്തുന്നത്. ഇതുപോലെയാണ് ഇവിടെ ആൾമാറാട്ടം നടത്തുന്നത്. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇതുവഴി ഇങ്ങനെ പോവുക, ഇവൻ ആരോ ഏതോ ഒരുത്തൻ ഇങ്ങനെ പോകുന്നു നമ്മുടെ വീട്ടിലോട്ട് വരുന്നതെന്നൊക്കെ അനാവശ്യമായിട്ടുള്ള കഥകളുണ്ടാക്കുക. അതുപോലെ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ അവൻ്റെ അമ്മ എല്ലാം അവിടെ കയറിയിരുന്നുകൊണ്ട് ഇതുപോലത്തെ അനാവശ്യ കഥകളുണ്ടാക്കുക. കുറേ SNDP എന്ന് കുറേ എന്തോ ഒരു കൃഷ്ണ ബസ് എന്നൊക്കെ പറയുന്ന ഒരുത്തനുണ്ട്, അവിടെ ഒരു ബസ്സൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അവനൊരുത്തൻ വരിക, പിന്നെ ഒരു കുറിച്ചിത്തടി മണി എന്ന് പറയുന്നവനൊരുത്തൻ വരിക. ഇങ്ങനെ പലരും ഇവരുടെ വീട്ടിൽ വന്നിട്ട് എൻ്റെ കൂടെയാണ് ഇവന്മാരൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ വരുത്തുക. ഇങ്ങനെ പല പല നാടകങ്ങൾ ഉണ്ടാക്കുക. ഇംപെർസോണേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ആൾമാറാട്ടം നടത്തുക ഇവളുമാർ. ഈ ശ്രീലത എന്ന് പറയുന്നവൾ, സദാനന്ദ മന്ദിരത്തിലെ ശ്രീലത എന്ന് പറയുന്നവൾ ആൾമാറാട്ടം നടത്തുക. അപ്പോൾ ഇങ്ങനെ ആൾമാറാട്ടം നടത്തി പല പല നമ്മൾ അറിയാത്ത കഥകളുണ്ടാക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ ഈ സഹദേവ മന്ദിരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ എവിടെയെങ്കിലും പോയാൽ നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്നടുത്താണ് ഇടുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കല്ലുവെച്ച നുണകൾ ഇവന്മാരുണ്ടാക്കുക. ഇവളുമാരും ഭയങ്കര ക്രിമിനലുകളാണ് ഇവളും. ഞാനിത് ലൈവായിട്ട് എടുത്ത് റെക്കോർഡ് ചെയ്ത ചേച്ചി പറയുന്നത് നമുക്കിത് ഇപ്പം ഈ ചേച്ചി ഇത് റിവീൽ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. എന്ന് വെച്ചാൽ ഈ ചേച്ചി ഇങ്ങനെയാണ് അവിടെ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവളുമാരുടെ ഇതെല്ലാം സെറ്റപ്പാന്ന് പറഞ്ഞത്. അപ്പം ഇതിപ്പോൾ സെറ്റപ്പാണല്ലോ, സത്യമാണല്ലോ, ഇവളുമാരുടെ ഡ്രാമയായിരുന്നു എന്നുള്ളത്. ഇവിടെ എൻ്റെ അമ്മയോടൊക്കെ എന്താ ഡ്രാമയാണ് കാണിക്കുന്നത്. ഈശ്വര, ഇങ്ങനത്തെ കള്ളിയാണ് ഇവൾ. നമ്പർ 1 കള്ളിയാണ് ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവൾ. രാജമ്മയും അതുപോലെ ഈ എന്താ പറയുന്നത് ബിജു പി, ഇവന്മാരെല്ലാം നല്ല കോണ്ടാക്റ്റാണ്. ഇതെല്ലാം ഡ്രാമയാണ്. ഇവൻ്റെ സ്വത്തൊക്കെ ഇതുപോലെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഒക്കെ അടിച്ചെടുത്തിട്ട് ഇവൾക്ക് കൊടുത്തിരിക്കുകയാണ് ഈ പൈസകളെല്ലാം, ഈ ബിജു പി എന്ന് പറയുന്നവൻ. ഇങ്ങനെ പലരെ ഇവന്മാർ കൊല്ലുക, പല വേലകളുണ്ട്. ഇവരെ ഈ ക്രിമിനൽ സംഘത്തിനെ പിടിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമായിട്ട് മാറും ഈ ക്രിമിനൽ സംഘം. കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് വട്ടാന്ന് പറയാം. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ, ഈ ഞാൻ സംസാരിക്കുമ്പോൾ ആ ചേച്ചി റിവീൽ ചെയ്യുന്നത് ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവൾ വന്നിട്ട് അവൾ അനാഥാലയത്തിൽ നിന്ന് വന്നവളാണെന്ന് പറഞ്ഞു. അത്ര കള്ളിയാണ് ഇവള്. ഇവള് കൊണ്ടുവിട്ടിട്ട് ഇവള് തിരിച്ചു പോകുന്നതും എൻ്റെ അമ്മ തിരിച്ചു പോകുമ്പോൾ വിളിക്കുന്നതും എല്ലാം ഉണ്ട്. വണ്ടി ഓടിക്കുക, മറിച്ചേതാന്നെല്ലാം പറഞ്ഞ് ഇതുപോലെ കള്ളികളങ്ങ് നടക്കുക. ഇത്രയും കല്ല് വെച്ച നുണയുമായിട്ടങ്ങ് നടക്കുക ഇവളുമാർ. ഇങ്ങനത്തെ കള്ളികളായി നമ്പർ 1 കള്ളികളും ആൾമാറാട്ടക്കാരികളും ഇവളുമാർ. ഇങ്ങനെ ഒരു ജോലിയില്ലാതെ അങ്ങ് ഇറങ്ങും രാവിലെ. ഇവളുമാർക്ക് എന്തോ എനിക്കറിയത്തില്ല. ഇവള് ഏതാണ്ട് MPharm PhD എന്നൊക്കെ പറയുന്നത് ചുമ്മാതാ. ഇവളെന്തോ കള്ളി. ഇവള് 10 പാസ്സായോ പ്രീ-ഡിഗ്രി പാസ്സായോന്ന് അറിയത്തില്ല, അത്ര കള്ളി ഇവള് ഇല്ല. ജോലിയുടെ 10 മാറ്റാ ജോലി ഉണ്ടല്ലോ, നമ്മുടെ കൂടത്തായി ജോലിയുടെ 10 മാറ്റം ഇവിടെ ഉള്ളവരെല്ലാം. ഇതുപോലത്തെ നിങ്ങൾ ലൈവ് കേൾക്കണം. ഇതുപോലത്തെ കള്ളത്തരങ്ങളാണ് ഇവളുമാർ പറഞ്ഞുണ്ടാക്കുന്നത്. നമ്മളെ ക്രൂശിക്കുവാണ്, നമ്മളെ ഇവിടെ ഹരാസ് ചെയ്യുകയാണ് ഇവളുമാരും. ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന അവൻ നമ്മളെ നിരന്തരം ചീത്ത വിളിക്കുക, തുണി പൊക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇവൻ്റെയൊക്കെ രോഗങ്ങൾ നമ്മളെ എങ്ങനെയെങ്കിലും നമ്മൾ LLB പഠിച്ച ഡിഗ്രി ആ സർട്ടിഫിക്കറ്റ് വെച്ച് ഇവന്മാർക്ക് പുട്ടടിക്കണം. ഇതുപോലത്തെ ക്രിമിനലുകൾ ഇങ്ങനെ അങ്ങ് നടക്കുക ഇവരെയൊക്കെ പിടിച്ച് ജയിലിടേണ്ട സമയം കഴിഞ്ഞു. ഇതുപോലാണ് ഇവിടെ ഓരോ കള്ള കഥകളുണ്ടാക്കുന്നത്. എന്തെല്ലാം അഭിനയങ്ങളാണ് പൊന്നിച്ച നടത്തുന്നതെന്നറിയോ.
ഭയങ്കര അഭിനയം. ആ പാവം പിടിച്ച ചെല്ലമുരളി എന്ന് പറയുന്ന പാവം പിടിച്ച ബ്രാഹ്മണനെ കൊല വിളിച്ചേച്ച് ഇവിടെ നടക്കുക. ഇങ്ങനെ ഇവൾക്ക് അവനെ കൊന്നേച്ച് ലക്ഷങ്ങൾ കോടികളും ഒക്കെ ഉണ്ടാക്കി നടക്കുക. അതുപോലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പന്നവൻ പറയുകയാണ് എൻ്റെ മുക്കുമിനെ ഞാൻ കൊല്ലുമെന്ന്. എൻ്റെ മുക്കുമിനെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുപോലെ വേറൊരു കാര്യമുണ്ട്, തൊടാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവന്മാരൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയുന്നത്. എൻ്റെ മുക്കുമിനെ തൊടാൻ ഇവന്മാരും എല്ലാം നടപ്പുണ്ട് അപായപ്പെടുത്താൻ. അതുപോലെ മുക്കുമിൻ്റെ വീട്ടിലുള്ളവർ, ഈ പെങ്ങളെന്ന് പറയുന്നവർ നമ്പർ 1 കള്ളിയാണ്. മുക്കുമിൻ്റെ പെങ്ങളെന്ന് പറയുന്ന സുനിത ഇപ്പോൾ അവൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ട് സ്വവൈ മാധപ്പൂർ. അവിടെയുണ്ട് ഒരു രാകേഷ് എന്ന് പറയുന്നത്. അവനും ഇത് ഇങ്ങനെ മുക്കുമിനെ ഇങ്ങനെ ട്രാപ്പ് ചെയ്യാനായിട്ട് നടക്കുക. അവരുടെ വീട്ടിലെ കുറേ എണ്ണങ്ങൾ. പിന്നെ അതുപോലെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുക്കുമിൻ്റെ അമ്മയും അച്ഛനും, പിന്നെ അച്ഛനും അമ്മ വീട്ടുകാരും ഇതുപോലെ കുറേ എണ്ണമുണ്ട്. പല രീതിയിൽ ട്രാപ്പ് ചെയ്യാൻ നടക്കുകയാണ്. മുക്കുമിനും ഇതുപോലെ അറിയത്തില്ല ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ വെട്ടപ്പെട്ട് ഇവളുമാർ ചെയ്തിട്ടില്ല. മുക്കുമിനെ വെച്ച് പല രീതിയിലുള്ള ഇതുപോലെ കാശ് ഉണ്ടാക്കുന്നുണ്ട് ഇവളുമാർ. ഈ സുനിത എന്ന് പറയുന്നവൾ വലിയ കള്ളിയാണ് ഇവൾ. ഇപ്പം ഇവിടെ ചെന്നെടുത്ത് ഇവൾക്ക് ആഹാരമൊന്നും കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൾക്ക് കർമ്മ വരും എന്തായാലും. ഇവളെ മനസ്സിലാക്കുന്നവർ ഭയങ്കര നമ്പർ 1 കള്ളി. ഇതുപോലെ തന്നെ പ്രീതായസ് പണിക്കറിൻ്റെ അതേ മാറ്റം ഇവക്കും. ഇവളുടെ വിവാഹ ഫോട്ടോയ്ക്കകത്തുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോയ്ക്കകത്ത് ഭയങ്കര വണ്ണം, പിന്നത്തേന് വണ്ണമില്ല. അപ്പം ഇങ്ങനത്തെ എന്തൊക്കെയോ ഒരു ഡ്രാമ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ കല്യാണത്തിന് ഇങ്ങനെ വണ്ണമൊക്കെ വെപ്പിച്ചിട്ട്. പക്ഷേ എനിക്ക് മുക്കും ഫോട്ടോസ് അയച്ചു തരാൻ തുടങ്ങിയപ്പോഴത്തേന് ഇവളുടെ യഥാർത്ഥ ഷേപ്പിൽ ആയി. ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഷേപ്പ് മാറ്റുന്നത്. ഇവളുമാർക്ക് ഷേപ്പ് മാറ്റാനൊക്കെ വെറും നിമിഷം മതി ഇങ്ങനെ വലിയ മുഖം വണ്ണം വെപ്പിക്കാൻ. എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാം തെളിവിരിപ്പുണ്ട്. ഇവളുടെ ആദ്യത്തെ ദിവസത്തെ നെക്സ്റ്റ് കല്യാണ ദിവസത്തെയൊക്കെ ഫോട്ടോസിൻ്റെ എങ്ങനെയാണ് ഈ ഡിഫറൻസ് വരുന്നതെന്ന്. ഇത്രയും ഡിഫറൻസ് ഒരാൾക്കും വരത്തില്ല. അതുപോലെയാണ് നമ്മളെ ഇതുപോലെ ഇങ്ങനെ വികൃതമാക്കുന്നതൊക്കെ ഇവളുമാർ ഇങ്ങനെ പലരുമായിട്ട് ഇങ്ങനെ വണ്ണം വെപ്പിച്ച് പല രീതിയാക്കുന്നതിനെല്ലാം ഇതാണ് തെളിവുകളാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? ഇതെല്ലാം മുക്കും തന്നതെല്ലാം ഞാൻ എടുത്ത് ഫേസ്ബുക്കിനകത്ത് ഇട്ടെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇവളുടെ ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതുപോലെ എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവളുമാർ ഇതുപോലെ ഇങ്ങനെ വണ്ണം വെപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലോട്ടിംഗ് ഗ്യാസ് അടിച്ച് വണ്ണം വെപ്പിക്കുക. ഇപ്പം എൻ്റെ കിഡ്നിയിലോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ പിക്ചർ ഇപ്പോൾ മനസ്സിലാവും എന്താണ് ഇവരുടെ ഇതെന്നുള്ളത്. ഇതുപോലത്തെ ക്രിമിനലുകളാണ് ഇവർ. ഈ പ്രീതായസ് പണിക്കർ എന്ന് പറഞ്ഞാൽ നമ്പർ 1 ക്രിമിനലാണ് ഇവൾ ആ പാവം പിടിച്ച തമിഴനെ അവൻ്റെ സ്വത്ത് വരെ വിപ്പിച്ചെടുത്തിട്ടാണ് ഇവൾ കൊല വിളിച്ചത്. എന്നിട്ട് എല്ലാവരോടും പറയുന്നത് സൈലൻ്റ് അറ്റാക്ക്. പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴാണ് എന്താണ് സൈലൻ്റ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓർക്കണം ബ്രാഹ്മണാണെന്നുള്ളത് ഈ പയ്യൻ കേട്ടോ. അയ്യങ്കാർ ബ്രാഹ്മണാണ് ഈ പയ്യന്. പാവം പിടിച്ച പഞ്ചപാവം ഒരാളായിരുന്നു. എന്നിട്ട് ഇവളുമാർ ഞങ്ങളെല്ലാം കൂടെ ഇതിന് പോകുമ്പം ഇവളുമാർ നല്ല ഒന്നാം തരമായിട്ട് ചിക്കനും അപ്പം കറിയും കഴിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ പയ്യൻ്റെ ഡെഡ് ബോഡി കാണാനായിട്ട്. അതൊക്കെ എന്താണ് ഈ രാജമ്മയാണ് വിളിച്ചു പറയുന്നത് മുരളി മരിച്ചു. എന്താ പറയുന്നത്, ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് പറയുന്നത് മുരളി മരിച്ചെന്ന്. അപ്പോൾ അങ്ങനത്തെ ഇവളാണ് ഇതിൻ്റെ സൂത്രധാരയൊക്കെ. ഈ രാജമ്മ, പിന്നെ കുറേ ഉണ്ട് അവിടെ, കുറേ നമ്പർ 1 കുറേ കേടികളുണ്ട് എൻ്റെ അമ്മ വീട്ടിലുള്ള കാര്യം പറഞ്ഞാൽ. ശാന്ത, കുറേ അവളുമാർക്ക് കള്ളത്തരങ്ങളൊക്കെ അറിയാം. പിന്നെ ചിലതൊന്നും എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഈ രാജേഷ് എന്ന് പറയുന്ന കള്ളനെല്ലാം അറിയാം. അവനും എൻ്റെ വീട്ടുകാർക്കും എല്ലാം അറിയാം ആ കള്ളന്. രാജേഷ് എന്ന് പറയുന്ന കള്ളൻ അവനിവിടെ അഭിനയിച്ചുകൊണ്ട് ഇതുപോലെ വരുമായിരുന്നു. ആരാണ്ടൊക്കെ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കവറ് വാട്ടി ഇവിടെ വരും. ഇവൻ പെൻഷൻ വാങ്ങിക്കാൻ കൊടുക്കാൻ വരുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതി വന്നിട്ട് ഇവൻ്റെ വണ്ടി, ഇവൻ്റെ കാർ ഇവിടെ ഒന്നും കൊണ്ടുവരത്തില്ല. നമ്മളൊരു വീട്ടിൽ വന്നാൽ നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ആ കാറ് നമ്മുടെ വീട്ടിലോട്ട് കയറ്റും. നമ്മൾ പോകുന്ന വീട്ടിലോട്ടല്ലേ കയറുന്നത്, അങ്ങനെയല്ലയോ എല്ലാവരും. അല്ലാതെ ഒരു 10, 200, 300 മീറ്റർ 500 മീറ്ററൊക്കെ മാറ്റിയിട്ടിട്ടാണോ നടന്നാണോ വരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു ഇവൻ. ഈ രാജേഷ് എന്ന് പറയുന്നവൻ, ലീലയുടെ മകൻ, എൻ്റെ അമ്മയുടെ ചേട്ടത്തിയായ ലീലയുടെ മകൻ എന്ന് പറയുന്നവൻ. അങ്ങനെ ഇതുപോലെ കള്ളത്തരങ്ങളുമായിട്ട് നടക്കും ഇവന്മാർക്കും ഇങ്ങനത്തെ കുറേ കഥയുണ്ടാക്കലൊക്കെ ഉണ്ട്. ഇവൻ്റെ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയെ ഇവൻ ഹണി ട്രാപ്പ് ചെയ്ത് പിടിച്ചെന്നും പിന്നെ അവർ ഇവൻ്റെ വീട്ടിൽ വന്നെന്നും ബഹളം ഉണ്ടാക്കിയെന്നും അങ്ങനെ ഇതൊക്കെ എന്തൊക്കെയോ ഒരു സെറ്റപ്പാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? അതുപോലെ ഇതെല്ലാം ഇപ്പോൾ അവൻ പറയുന്നതെല്ലാം അങ്ങനെയാണ്. നമ്മളെ ഇതുപോലൊക്കെയാണ് ഹണി ട്രാപ്പ് ചെയ്ത് എന്നൊക്കെ. ഇപ്പം പറ്റുന്നില്ലൊന്നും. ഇപ്പം പറ്റാത്തതുകൊണ്ട് ഭയങ്കര ചൊരുക്കായി വരിക. ഇപ്പം അങ്ങ് അഭിനയിക്കുക. പണ്ട് ഇങ്ങനെ ഡൽഹി മുതൽ അങ്ങ് അഭിനയം. അപ്പം നമുക്ക് ഈ പാറ്റേൺ അങ്ങ് മനസ്സിലായി നമുക്ക്. ഇപ്പം നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ അവനങ്ങ് ഇളകും. ഇവനിങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയെ വിളിക്കത്തില്ലേ, നമ്മുടെ വീടിനകത്ത് നിന്ന് നമ്മൾ അമ്മയെ വിളിച്ച് ഇവൻ റിയാക്ട് ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളുമില്ല.
അപ്പം അങ്ങ് ഇളകുമോ അങ്ങ് ഇളകിയേച്ച് ഇവന് തുണി വരെ അങ്ങ് പൊക്കി കാണിക്കുക. എന്തൊരിതാണെന്നറിയോ, ഇവനങ്ങ് ഭയങ്കര ഇളക്കം. ഇവനെ കൊണ്ടുപോയി താമസിയാതെ വല്ലവിടെ ഇട്ടില്ലേ വലിയ കുഴപ്പം വരും. ഇവന് അല്ലെങ്കിൽ നല്ല ഇടി കൊടുക്കാൻ അറിയുന്ന ആണുങ്ങൾ വന്ന് ഇടി കൊടുക്കണം ഇവന്. ഇവന് പണ്ട് ഇതുപോലൊരു സത്യസന്ധമായി നിങ്ങൾക്ക് ഇവിടെ വന്ന് തിരക്കാം. ഇവൻ ഇതുപോലെ പെണ്ണുങ്ങളോട് അഹങ്കാരം എടുത്തു. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇവൻ്റെ ഈ സൽപ്പകവല്ലി എന്ന് പറയുന്ന അവിടെ ഏറ്റവും മൂത്തൊരു പാവം പിടിച്ച ചേട്ടത്തിയും അവരുടെ 3-4 പെമ്മക്കളേ ഉള്ളായിരുന്നു, ഇതുപോലെ പെണ്ണുങ്ങളെ ഉള്ളായിരുന്നു. അവരെ ഇതുപോലെ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തായിരുന്നു ഈ ഇതിനൊക്കെ ടോയ്ലറ്റിൽ പോകാനൊക്കെ പോകുന്നതൊക്കെ. അന്നേരം ഇവൻ അവരുടെ അടുക്ക പോവുക, പെണ്ണുങ്ങളുടെ അടുക്കൽ പോവുക, അവരെ പിടിക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര പന്ന സ്വഭാവക്കാരനാണ് ഇവൻ. അപ്പം ഏറ്റവും അവസാനം ഏറ്റവും അനിയത്തി എന്ന് പറയുന്ന ഒരൊക്കെ ഉണ്ടായിരുന്നു. ആ അക്കയുടെ ഹസ്ബൻഡ് രാജപ്പൻ എന്ന് പറയുന്ന ആൾ, അവൻ വന്ന് ഒരു ദിവസം നല്ല ശരിക്കങ്ങ് ഇടിച്ച് നൂത്ത് ഇവന് പിന്നെ എണീക്കാൻ വയ്യായിരുന്നു. ഇവൻ്റെ നടുവെല്ലാം ഇതായി. പിന്നെ ഇവിടെ ഒരു ത്യാഗരാജൻ എന്ന് പറയുന്ന ഒരു വൈദ്യരുണ്ടായിരുന്നു, അയാൾ പുഴുങ്ങുമായിരുന്നു ഇവിടെ വന്നിട്ട്. ഇങ്ങനെ ശരിക്കും കലമൊക്കെ വെച്ച് പൈപ്പിനകത്തൂടെയൊക്കെ ഇങ്ങനെ ആവി കയറ്റി പുഴുങ്ങി അവനെ ശരിയാക്കിയെടുത്തത്. എന്നിട്ട് ഇവരുടെ ഇവൻ്റെ ഭാര്യയായ സൽപ്പകവല്ലി ഇവരുടെ ചേട്ടത്തി എന്ന് പറയുന്ന ഏറ്റവും മൂത്ത ചേട്ടത്തി സാവിത്രി എന്ന് അവരുടെ പേര്, അവരെ അടിച്ച് കൈത വെട്ടി അടിച്ച് താഴെയിട്ട് ഇവനെ ചെയ്തതിനുള്ള പ്രതികാരം ഇവൻ അടിക്കണമെന്ന് പറഞ്ഞു അവരെ അടിച്ച് ശരിയാക്കിയിട്ടിട്ട് പിന്നെ അവരെ ആ അനിയത്തി എന്ന് പറയുന്ന അക്ക കൊണ്ടുപോയി അവിടെയാണ് മരിക്കുന്നതും അല്ല ഇവിടെ കൊണ്ട് അടക്കണമെന്നൊക്കെ പിന്നെ അവിടെ തന്നെ അടക്കി. അങ്ങനെ പിന്നെ ഇപ്പം സ്വത്തൊക്കെ അവരുടെ ഇപ്പോഴും ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവൻ്റെ രോഗമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കണം. ഇതുപോലെ ഈ പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവൾ ഇങ്ങനെ ആൾമാറാട്ടം നടത്തുക, ചിലപ്പോൾ ഞാനായിട്ടൊക്കെ ആൾമാറാട്ടം നടത്തി പലയിടത്തും നടക്കുന്നുണ്ടാവും. നമ്മുടെ വീട്ടിലാണ് ഇവൾ പല രീതിയിലുള്ള ആൾമാറാട്ടക്കാരിയാണ്, വെറും കള്ളിയാണ്. നിങ്ങൾക്ക് ഈ ലൈവ് എൻ്റെ ഇതിൽ കൂടെ ഞാൻ ചോദിച്ചതല്ല ഇത്, എനിക്കറിയാം അവളാ വന്നതെന്ന്, ഇവർക്കറിയത്തില്ലായിരുന്നു ഇവളാ വന്നതെന്ന്. അനാഥാലയത്തിൽ നിന്നുള്ളവരാണെന്നുള്ള ഇതിലാണ് ആ സാവിത്രി എന്ന് പറയുന്ന ആ അമ്മയോടൊക്കെ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഈ സിന്ധു എന്ന് പറയുന്ന ചേച്ചിയുടെ അമ്മയോടൊക്കെ ഇവൾ പ്രീത എസ് പണിക്കർ എന്ന് പറഞ്ഞവൾ പറഞ്ഞത് അനാഥാലയത്തിൽ നിന്ന് വന്നവളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൾ തൃശ്ശൂർ താമസിക്കുന്ന അവിടെ നിന്നാണ് ഇവൾ വിളിച്ചു കൊണ്ടുവിട്ടത്. അപ്പോൾ ഇങ്ങനത്തെ കള്ളക്കഥകളാണ് ഇവളുമാരുണ്ടാക്കുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കും, നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകൾ ഇതുപോലെ ഉണ്ടാക്കുക ഇവളുമാർ.